ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ബ്രെഡ് ഡോണറ്റ് റെസിപ്പി ട്രൈ ചെയ്താലോ. അപ്പോൾ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി ഞാനും ഒന്ന് ട്രൈ ചെയ്തു. നല്ല അടിപൊളി ഡോണറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 6 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡ് വീതം എടുത്ത് നമുക്ക് ഈ വെള്ളത്തിലൊന്ന് മുക്കിയൊന്ന് എടുക്കാം. ഇതേപോലെ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം ഫുള്ളായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇതേപോലെ കയ്യിൽ വെച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയതിന് ശേഷം നടുക്കായിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഹോളിട്ട് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഹോളിട്ട് എടുക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് വീതമാണ് ഒരു ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 1 സ്ലൈസ് ബ്രെഡ് എടുത്തും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ചെറിയ ഡോണറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 2 സ്ലൈസ് ബ്രെഡ് ഒരുമിച്ച് എടുക്കുമ്പോൾ അത്യാവശ്യം സൈസുള്ളൊരു ഡോണറ്റ് തന്നെ നമുക്കിവിടെ കിട്ടും. ഈ ഒരു രീതിയിൽ 6 സ്ലൈസ് ബ്രെഡ് കൊണ്ട് 3 ഡോണറ്റാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബ്രെഡ് കൂട്ടിയെടുത്താൽ മതിയാകും. ഇതായിപ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 75 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡോണറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി പാനിലേക്ക് എണ്ണ ചേർത്ത് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഡോണറ്റ്സ് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇതായിപ്പോൾ നമ്മുടെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും നല്ലപോലെ ചൂടൊക്കെ അറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടെടുത്ത് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ആണ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികളുടെയൊക്കെ വെക്കേഷനൊക്കെ തീരുന്ന സമയമാണ്. ക്ലാസ് തുറക്കുമ്പോൾ നമുക്ക് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയൊരു ഈസി റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ബ്രെഡ് ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് പറയത്തേ ഇല്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഈ യമ്മി ആയിട്ടുള്ള ഡോണറ്റ്സ് എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.